ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മളൊരു ഫ്രഷ് ഫ്ലവർ ബൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വലിയൊരു ടൈപ്പ് ബൊക്കെയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ ഫ്രഷ് ഫ്ലവറൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേബി ബ്രത്ത് ഉണ്ടല്ലോ, അതായത് ജിപ്സം ഫ്ലവർ, അതും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു ബൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്രഷ് ഫ്ലവർ ആകുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലീഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ലീഫ് ഫുള്ളായിട്ട് പറിച്ച് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബൊക്കയുടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തിപ്പോവും. പിന്നെ ലീഫ് ഉണങ്ങി അതൊരു വൃത്തികേടായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ലീഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പറിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റെമ്മ് മാത്രമായിട്ട് അതിൽ വെക്കുക. അപ്പോൾ നമ്മൾ ലീഫൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ജിപ്സം ഫ്ലവറിൻ്റെ ആ ഒരു എൻഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണ്ടത്, അതായത് വേണ്ടാത്ത ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻഡിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ ഒയാസിസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒയാസിസാണ് ഫ്രഷ് ഫ്ലവറിന് ഏറ്റവും ബെറ്റർ. തെർമോക്കോളിൽ ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ ഒയാസിസ് ആകുമ്പോൾ ഫ്രഷ് ഫ്ലവർ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിലും ഫ്രഷ് ഫ്ലവറിന് ഒന്നും തന്നെ സംഭവിക്കില്ല, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അതാ ഞാനിവിടെ ആ ഒരു സ്റ്റെമ്മിൻ്റെ നീളം കുറച്ച് കൂടുതലായതുകൊണ്ട് ഇവിടെ കുറച്ച് ആ ഒരു എൻഡ് ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഒയാസിസിൻ്റെ സെൻറ്ററിലും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബൊക്കെ നെക്സ്റ്റ് ഡേ രാവിലെ കൊടുക്കാനാണ്, അതുകൊണ്ട് തന്നെ തലേ ദിവസമാണ് രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു ഒയാസിസിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ അതിൽ വെള്ളം ഇങ്ങനെ അബ്സോർബ് ആയി കഴിഞ്ഞാൽ നല്ലോണം അതായത് ഫ്രഷ് ഫ്ലവർ തീരെ വാടാണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു വെറ്റ്നെസ് ഫ്ലവറിലേക്ക് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, ഒന്നും തന്നെ സംഭവിക്കില്ല, വാടി പോകുന്നില്ല. ഇനി രണ്ടാണെങ്കിലും, അതായത് ജിപ്സം ഫ്ലവർ ആണെങ്കിലും റോസ് ഫ്ലവർ ആണെങ്കിലും വാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും സുഖമാണ്. ആ ഒരു ഒയാസിസ് നല്ല ബാലൻസ് കിട്ടും, ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുറ്റിലൊന്ന് ടാപ്പ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ റോസ് ഫ്ലവർ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മളിതാ ജിപ്സം ഫ്ലവർ, അതിൻ്റെ ആ ഒരു സ്റ്റെമ്മ് താഴേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒയാസിസിൽ കുത്തി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ടാപ്പ് വെച്ചിട്ട് നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം, പോരാത്ത രീതിയിൽ. അതായത് നമ്മൾ നല്ലോണം തന്നെ ഇങ്ങനെ ഏത് രീതിയിൽ പിടിച്ചു കഴിഞ്ഞാലും അത് പോരാത്ത രീതിയിൽ നല്ലോണം ടാപ്പോ റബ്ബർ ബാൻഡൊക്കെ വെച്ചിട്ട് നല്ലോണം ടൈ ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ റബ്ബർ ബാൻഡ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി. ഞാനിവിടെ ഫസ്റ്റിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ടാപ്പ് വെച്ചതിൻ്റെ ശേഷം പിന്നെ ലാസ്റ്റിലാണ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രഷ് ഫ്ലവർ ബൊക്കെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.